ഈ PM ശ്രീ പദ്ധതിനെ കമ്മിയും കൊമ്മിയും എല്ലാം ഭയങ്കരമായി എതിർക്കുക. നമ്മൾ നടപ്പാക്കാൻ ശ്രമിക്കില്ല, കാവ്യ അജണ്ട തേങ്ങമാകുന്നത്. ഈ PM ശ്രീ എന്നുള്ളത് വെറും ഇൻഫ്രാസ്ട്രക്ചറാണെന്ന് അവന്മാർക്ക് അറിയിട്ടില്ല. ഇനി വേറെ കോമഡി, ഇവർ ഈ PM ശ്രീനെ എതിർക്കുന്നത് മുസ്ലിം വോട്ട് കിട്ടാനാണ്. അല്ലെങ്കിൽ ആക്ച്വലി ഒരു മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഫിയർ മോങ്കർ ചെയ്യുക. എന്താ കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന 5 സംസ്ഥാനം, രാജസ്ഥാൻ, ഹിമാചൽ, കർണാടക, ഇവിടെയെല്ലാം ഇവർ ഈ PM ശ്രീനെ 5 സംസ്ഥാനത്ത് PM ശ്രീനെ ഇവർ കൈയടിച്ച് പാസ്സാക്കി. രാജസ്ഥാനിൽ 2 CPM MLA ഉണ്ട്. ഈ 2 CPM MLA ഉൾപ്പെടെയുള്ള മന്ത്രിസഭ PMCനെ കൈയടിച്ച് പാസ്സാക്കും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഇവർക്ക് RSSനോട് പ്രശ്നമില്ലേ? അവിടെ RSS അജണ്ടയില്ലേ? അവനെയും ഭരിക്കുന്ന സ്ഥലത്ത് PMCനെ കൈയടിച്ച് പാസ്സാക്കി. അതും CPM MLA അടക്കം അവിടെ കൈയടിച്ച് പാസ്സാക്കി. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ എന്താ ഇവർക്ക് പറ്റൂല RSS, കാരണം കേരളത്തിൽ മുസ്ലിം വോട്ടുണ്ട്. അപ്പോൾ ഈ RSS മറ്റേ മറിച്ചാണ് മുസ്ലിങ്ങളെ പറ്റിച്ചിട്ട് ഇവരൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക. അങ്ങനെ ഇവരെല്ലാ സ്ഥലത്തും എതിർക്കണ്ടേ? ഇവരെല്ലാ സ്ഥലത്തും എതിർക്കുന്നില്ല. പിന്നെ ഈ PM ശ്രീ എന്ന് പറയുന്നത് വെറും ഇൻഫ്രാസ്ട്രക്ചറാണ്. അതിൽ അജണ്ടയും മറ്റേതും മറിച്ചൊന്നുമില്ല. അതുപോലെ ഈ പൊട്ടമ. അപ്പം ആക്ച്വലി ഈ ആളുകൾ കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കണം. ഇതിനൊക്കെ വായിക്കാൻ കിട്ടും, നോക്കി പഠിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും PM ശ്രീനോട് പ്രശ്നമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ പൈസ വാങ്ങി എന്നുള്ള അയ്യോ ഞങ്ങൾ വാങ്ങിയില്ലെങ്കിൽ എന്തോ പ്രശ്നമിൽ നിന്ന് വാങ്ങിയെന്നാണ്. കോൺഗ്രസ്സുകാർക്ക് സുഖമായി, കമ്മ്യൂണിസ്റ്റുകാർ ഓൾറെഡി പൈസ വാങ്ങിയല്ലോ. ഇപ്പോൾ ഓല് വാങ്ങിയോണ്ട് ഞങ്ങൾ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർക്കും മെഴുക. അയ്യോ ഞങ്ങൾ മറ്റേ പൈസ കിട്ടാറുണ്ട്, ഫണ്ടില്ലാത്തതുകൊണ്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇവർക്കും മെഴുക. സത്യത്തിൽ ഇവർ രണ്ടാളും ഇവിടുത്തെ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി ആളുകൾ പറഞ്ഞു പറ്റിക്കുകയാണ്. കാരണം ഇവർ ഭരിക്കുന്ന സംഘങ്ങളിൽ ഇവർ കൈയടിച്ച് പോകും, ഒരു പ്രശ്നമില്ലാതെ ഇവർ പാസ്സാക്കിയ. ഇപ്പോൾ ഈ കേരളത്തിലെത്തുമ്പോൾ മാത്രം ഈ ന്യൂനപക്ഷ വോട്ടുള്ളതുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കിടന്നിങ്ങനെ RSS മറ്റേത് കാവ്യ അജണ്ട എന്ന് പറഞ്ഞ് ഉഡായിപ്പ് പരിപാടി ചെയ്യുക. ഇമാര് നാറികളാണ് ഇമാർ.